ഒരു രാജ്യം മൊത്തത്തിൽ കത്തിയെരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിയമമില്ല, പോലീസില്ല, ആർക്കും ആരെയും എന്തും ചെയ്യാമെന്ന അവസ്ഥ. ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ. പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് ഒരാളെ തല്ലിക്കൊല്ലുന്നു. അത് തടയാൻ പോലീസ് വരുന്നില്ല എന്ന് മാത്രമല്ല, ആ പോലീസ് തന്നെ പേടിച്ച് സ്റ്റേഷനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അതാണ് 2025 ഡിസംബറിലെ ബംഗ്ലാദേശ്. 1971 നമ്മുടെ ഇന്ത്യൻ സൈനികർ സ്വന്തം ചോര കൊടുത്ത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു കൊടുത്ത അതേ ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു, ക്ഷേത്രങ്ങൾ തകർക്കുന്നു, ഇന്ത്യൻ മാധ്യമങ്ങളെ ആക്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ സമരം ചെയ്ത് ഒരു പ്രധാന യുവ നേതാവ് കൊല്ലപ്പെട്ടതോടെ. ഞാൻ പറയുന്നത് ഹാദിയുടെ കാര്യമാണ്. അത് ആ ഹാദി ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട, മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഒരു മതം പിടിച്ച പേപ്പട്ടി എന്നേ അയാളെ പറയാൻ സാധിക്കുകയുള്ളൂ. അയാളുടെ ജീവൻ പോയതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുകയാണ്. എന്താണ് ശരിക്കും നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്നത്? അമേരിക്കയും ട്രംപും ഒക്കെ ഇതിൽ ഇടപെട്ടു തുടങ്ങിയതോടെ കളി മാറുകയാണ്. ഒരു ക്രൈം ത്രില്ലർ സിനിമയേക്കാൾ ഭീകരമായ, അതായത് ഇപ്പോൾ നമ്മുടെ മാർക്കോ സിനിമയൊക്കെ ഇല്ലേ, അതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ. ആളുകളെ പച്ചയ്ക്ക് കൊല്ലുകയാണ്, തലയ്ക്കടിച്ചും അതുപോലെ കത്തിച്ചും ഒക്കെയാണ് കൊല്ലുന്നത്. ബംഗ്ലാദേശിന്റെ വർത്തമാനകാല അവസ്ഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം നമുക്കറിയാം. 2024 ഓഗസ്റ്റിൽ നടന്ന ആ വലിയ വിപ്ലവമാണ്. ജൻസി വിപ്ലവം എന്നൊക്കെയാണ് അവർ അതിനെ വിളിച്ചിരുന്നത്. പക്ഷേ എനിക്ക് പേപ്പട്ടികളുടെ പേക്കൂത്തായിട്ടേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഷെയ്ഖ് ഹസീന നാടുവിട്ടുപോയി. കാര്യമുണ്ടായിരിക്കാം, ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറിയിരിക്കാം, അതൊക്കെ സത്യം തന്നെ. പക്ഷേ അവരോട് ഒരു ദ്രോഹവും ഇന്ന് വരെ ചെയ്യാത്ത നമ്മൾ ഇന്ത്യക്കാരോട് അവർക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം? അവരെ സഹായിക്കുക എന്ന തെറ്റു മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അവിടെ വന്നിരിക്കുകയാണ്. എല്ലാം ശരിയാകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ 2025 ഡിസംബർ ആയപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് വേണം പറയാൻ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന യുവ നേതാവിന്റെ കൊലപാതകം, യുവ പേപ്പട്ടിയുടെ കൊലപാതകം. ഹസീനയെ പുറത്താക്കാൻ മുന്നിൽ നിന്ന ഇൻഗുലാബ് മഞ്ച് എന്ന സംഘടനയുടെ വക്താവായിരുന്നു ഇദ്ദേഹം. ഡിസംബർ 12 ധാക്കയിൽ വെച്ച് ഇയാൾക്ക് വെടിയേറ്റു. തുടർന്ന് സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഇതോടെ ബംഗ്ലാദേശിലെ യുവാക്കൾ വീണ്ടും തെരുവിലിറങ്ങി. പക്ഷേ ഇത്തവണ അവരുടെ ടാർഗറ്റ് ഇന്ത്യയും അവാമി ലീഗുമായിരുന്നു. ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് അവർ വെറുതെ ആരോപിക്കുകയാണ്. ഇതിന്റെ പേരിൽ അവിടെ നടന്നത് വലിയ ആക്രമണങ്ങൾ തന്നെയാണ്. ഈ ഒരു മരണത്തെ തുടർന്ന് അവിടെ നടന്നത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള ഒരു യുദ്ധം കൂടിയാണ്. ബംഗ്ലാദേശിലെ ഏറ്റവും പ്രശസ്തമായ 2 പത്രങ്ങളാണ് പ്രോതമലോയും ദി ഡെയിലി സ്റ്റാറും. ഈ പത്രങ്ങളുടെ ഓഫീസുകൾക്ക് നേരെ വലിയ ആൾക്കൂട്ടം ഇരച്ചുകയറി അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തു. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ വിപ്ലവത്തെ അനുകൂലിക്കുന്നില്ല, അവർക്ക് ഇന്ത്യയോട് ചായ്വുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആക്രമണം. വെറും മാധ്യമങ്ങളെ മാത്രമല്ല അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചായൻ ഔട്ട് പോലെയുള്ള അവരുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെയും ഇവർ വെറുതെ വിട്ടില്ല. ആലോചിച്ച് നോക്കണം, സ്വന്തം സംസ്കാരത്തെയും മാധ്യമങ്ങളെയും ആൾക്കൂട്ടം തന്നെ തീയിടുന്ന ഒരു അവസ്ഥ. അവിടെ ആര് കുറ്റം ചെയ്താലും ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. മോബ് ജസ്റ്റിസ് അഥവാ ആൾക്കൂട്ട നീതി ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പേപ്പട്ടികൾക്ക് പേ പിടിച്ചാലുള്ള അവസ്ഥ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നടക്കുമ്പോൾ പോലീസ് എവിടെയാണെന്ന്. അവിടെയാണ് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ ദുരന്തം. പോലീസ് സംവിധാനം അവിടെ പൂർണ്ണമായും തകർന്നു എന്നല്ലാതെ പറയാൻ സാധിക്കില്ല. ഹസീനയുടെ കാലത്ത് പോലീസിനെ ഉപയോഗിച്ചാണ് ജനങ്ങളെ അടിച്ചമർത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ പോലീസുകാരെ കണ്ടാൽ ജനം ആക്രമിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് 2024 ഓഗസ്റ്റ് മുതൽ പോലീസ് പണിമുടക്കിലായിരുന്നു. അവർക്ക് സുരക്ഷ വേണം, നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞ് 11 ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുന്നിൽ വെച്ചു. പക്ഷേ ഇന്നും 2025 ഡിസംബറിലും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസുകാർക്ക് പേടിയാണ്. മുൻ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് ചീഫ് ആയിരുന്ന ഹാരൂൺ ഉർ റഷീദ് ഒക്കെ ഇപ്പോൾ ഒളിവിലാണ്. പോലീസിന് യൂണിഫോം ഇട്ട് പുറത്തിറങ്ങാൻ പറ്റാതായതുകൊണ്ട് ആൾക്കൂട്ടം എന്ത് ചെയ്താലും നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ. ഈ അരാജകത്വത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നമ്മൾക്ക് ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 2000-ലധികം വർഗീയ ആക്രമണങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. 152-ലധികം ക്ഷേത്രങ്ങൾ തകർത്തു. ഇതിൽ ഏറ്റവും ദാരുണമായ സംഭവം മൈമൻ സിംഗിലെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിന്റെ കൊലപാതകമാണ്. മതനിന്ദ ആരോപിച്ചാണ് ഒരു ആൾക്കൂട്ടം പേപ്പട്ടികൾ ഇദ്ദേഹത്തെ തല്ലിക്കൊന്നത്. മതം പിടിച്ചവരെ ഞാൻ പേപ്പട്ടികൾ എന്നേ വിളിക്കാറുള്ളൂ. അയാളെ, ആ പാവം മനുഷ്യനെ തല്ലിക്കൊന്നത്. കൊന്നത് മാത്രമല്ല, ആ മൃതദേഹം അവർ കത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം പോലീസ് നോക്കി നിൽക്കുകയാണ് നടന്നത്.
ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വെറും ഹിന്ദുക്കളെ മാത്രമല്ല, ചിറ്റഗോങ് ഹിൽ ട്രാക്സിലെ ആദിവാസി വിഭാഗങ്ങളെയും ഇവർ വെറുതെ വിടുന്നില്ല. അവിടെയും ഈ പേപ്പട്ടികൾ വെടിവെപ്പും കൊലപാതകവും നടത്തുന്നുണ്ട്. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. 1971 പാകിസ്ഥാൻ സൈന്യം അവിടെ നരനായാട്ട് നടത്തിയപ്പോൾ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ 30 ലക്ഷം ബംഗാളികളെ കൊന്നൊടുക്കിയപ്പോൾ അവർക്ക് രക്ഷകരായത് ഇന്ത്യയാണ്. അന്ന് 1 കോടി അഭയാർത്ഥികൾക്കാണ് ഇന്ത്യ ഭക്ഷണം കൊടുത്തത്. നമ്മുടെ സൈനികർ മുക്തിവാഹിനിയെ പരിശീലിപ്പിച്ച് കൂടെ നിന്ന് യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ ജനറൽ അറോറയുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് ലോക ചരിത്രത്തിലെ തന്നെ അപൂർവ സംഭവം തന്നെയാണ്. അന്ന് നമ്മൾ ഒഴുക്കിയ ചോരയുടെ വിലയാണ് ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് നമ്മൾ പറയാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് അത് ആലോചിക്കാതിരിക്കാൻ കാര്യമില്ല. അതായത് ഇന്ത്യയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. കഷ്ടപ്പാട് എന്ന് പറയുന്നില്ല, പാകിസ്ഥാൻ പേപ്പട്ടികളെ നമ്മൾ ഉന്മൂലനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ബംഗ്ലാദേശ് പട്ടികളെ, ആ സമയത്ത് അവർ വെറും വാലാട്ടിപ്പട്ടികളായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ വെറും പേപ്പട്ടികളായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ കുരയ്ക്കുന്ന വെറും പേപ്പട്ടികൾ, അങ്ങനെയുള്ളവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ഇന്ന് അവിടെയുള്ള പുതിയ തലമുറ ഇതൊക്കെ മറന്നുപോയി. ഇന്ത്യയെ ഒരു അധിനിവേശ ശക്തിയായും ശത്രുവായുമാണ് അവർ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ആളിക്കത്തുകയാണ് ഈ പേപ്പട്ടികൾ. ഇതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെയും വികാരങ്ങൾ വ്രണപ്പെടുന്നുണ്ട്. പക്ഷേ അത് തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഒഡീഷയിലെ സംബൽപൂരിൽ നടന്ന സംഭവം അതിനൊരു ഉദാഹരണമാണ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു തൊഴിലാളിയെ ബംഗ്ലാദേശിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. വ്യാജ വാർത്തകളും പഴയ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാരണം നമ്മുടെ സ്വന്തം പൗരന്മാരായ ബംഗാളി സംസാരിക്കുന്നവർ പോലും ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. ബംഗ്ലാദേശിലെ പ്രശ്നം വേറെ, നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം വേറെ. നമ്മുടെ നാട്ടിലെ നമ്മുടെ ചോരയാണ് അവർ. നമ്മുടെ കേരളത്തിൽ പോലും അതുപോലുള്ളൊരു സംഭവം ഉണ്ടായി. ഇവിടെ കുറേ പേപ്പട്ടികൾ, മതം പിടിച്ച പേപ്പട്ടികൾ എന്ന് അവരെ, നമ്മുടെ രാംനാരായൺ ബയ്യാറെ കൊന്ന ആ പേപ്പട്ടികൾ, കേരളത്തിൽ പാലക്കാടുണ്ടായ ആ പേപ്പട്ടികൾ, അവരെയും അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ബംഗ്ലാദേശിൽ നിന്ന് ചോദിച്ചാണ് നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു യുവാവിനെ കേരളത്തിലും കൊന്നത്. ഇന്ത്യ ഇപ്പോൾ പഴയതുപോലെ നല്ല അയൽക്കാരൻ എന്ന ലൈൻ വിട്ടിരിക്കുകയാണ്. നമ്മുടെ നിലപാടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സെക്യൂരിറ്റി ഫസ്റ്റ് അഥവാ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ബംഗ്ലാദേശികൾക്കുള്ള വിസ നടപടികൾ ഇന്ത്യ കർശനമാക്കി, പലതും നിർത്തിവെച്ചു. ചികിത്സയ്ക്കും മറ്റും ഇന്ത്യയെ ആശ്രയിക്കുന്നവർക്ക് ഇത് വലിയ പണിയായി. അതുപോലെ അതിർത്തിയിൽ BSF അതീവ ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇനിയും അഭയാർത്ഥികൾ ഇങ്ങോട്ടേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. കൂടെ തീവ്രവാദികൾക്കും നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. ഈ മഞ്ഞുകാലത്ത് മൂടൽമഞ്ഞ് മുതലെടുത്ത് നുഴഞ്ഞുകയറ്റം നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിർത്തിയിൽ ഇപ്പോൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ ജവാന്മാർ. ഒരു ബംഗ്ലാദേശ് പോലും ഇവിടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തീവ്രവാദി പോലും ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ബംഗ്ലാദേശിനെ കൈവിടുകയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ കളി മാറി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയും അരാജകത്വവും കാരണം അമേരിക്ക അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ മരവിപ്പിച്ചു. USAID വഴി ലഭിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം നിർത്തലാക്കാൻ ട്രംപ് ഉത്തരവിട്ടു. യൂറോപ്യൻ യൂണിയനും സമാനമായ നീക്കത്തിലാണ്. സാമ്പത്തികമായി ഇതിനധികം തകർന്നു നിൽക്കുന്ന ബംഗ്ലാദേശിനെ ഇത് താങ്ങാനാവുന്നതിലും അപ്പുറത്തമാണ്. പണമില്ല, ക്രമസമാധാനമില്ല, ജനങ്ങൾ തെരുവിൽ. ചുരുക്കത്തിൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് അഥവാ പരാജയപ്പെട്ട രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് യൂനുസ് എന്ന നോബൽ സമ്മാന ജേതാവ് അധികാരത്തിൽ വന്നപ്പോൾ ലോകം പ്രതീക്ഷിച്ചത് ജനാധിപത്യം തിരിച്ചു വരുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും പോലീസിനെയും പട്ടാളത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് മുമ്പിൽ അദ്ദേഹം കീഴടങ്ങി എന്ന് വേണം കരുതാൻ. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അവിടെ പിടിമുറുക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിഴക്കൻ അതിർത്തിയിൽ ഇങ്ങനൊരു അസ്ഥിരമായ രാജ്യം നിലനിൽക്കുന്നത് ഒട്ടും നല്ലതല്ല. ചൈനയും പാകിസ്ഥാനും ഈ അവസരം മുതലെടുത്ത് അവിടെ സ്വാധീനം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനക്കാരെ വിശ്വസിച്ച് അവരെ താങ്ങാൻ നടക്കുകയാണ് ഇപ്പോൾ പേപ്പട്ടികൾ. പക്ഷേ ചൈനക്കാർ അവിടെ തന്നെ കുറേ മതം തലക്കി പിടിച്ച ആളുകളെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അത്രയും ക്രൂരമായാണ് ചൈനക്കാർ പെരുമാറുന്നത്. അതുകൊണ്ട് ചൈനക്കാരുടെ ഒപ്പം ഇവർ കൂടിക്കഴിഞ്ഞാൽ കുറേ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ഇവർക്ക് കൊടുത്ത് ഇന്ത്യക്ക് നേരെ പരീക്ഷിക്കാൻ വിടും. പക്ഷെ അതൊന്നും ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് അവിടെ 100 കണക്കിന് പരീക്ഷണ വസ്തുക്കൾ പൊട്ടും. അങ്ങനെ ബംഗ്ലാദേശ് എന്ന രാജ്യം പോലും ഒരു പക്ഷേ ഇല്ലാതായി എന്ന് വരും. നമ്മളെ തൊട്ട് കളിച്ചാൽ അതായിരിക്കും അവരുടെ അവസ്ഥ.
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശിൻ്റെ ഈ മാറ്റം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സുരക്ഷയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ ഇടുങ്ങിയ പാതയ്ക്കപ്പുറം എന്ത് നടന്നാലും അത് ഇന്ത്യയെ ബാധിക്കും. അതുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വളരെ കടുപ്പിച്ച് സംസാരിക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളെ ഭീകരമായ നടപടി എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നയതന്ത്ര തലത്തിൽ ഇത്രയും ശക്തമായ ഭാഷ ഇന്ത്യ അടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ 1971 നമ്മൾ സഹായിച്ചുണ്ടാക്കിയ രാജ്യം ഇന്ന് നമുക്ക് തന്നെ ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ലോകം കണ്ണുതുറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. പക്ഷേ വ്യാജ വാർത്തകളിൽ വീണ് നമ്മുടെ നാട്ടിൽ അതിക്രമങ്ങൾ ഉണ്ടാക്കാതെ നോക്കുകയും വേണം. ബംഗ്ലാദേശിലെ ഈ പ്രതിസന്ധി എപ്പോൾ അവസാനിക്കുമെന്ന് കണ്ടറിയണം. ഈ വിഷയത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുപോലെ ഇന്ത്യ ഇനിയും ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ കടുപ്പിക്കണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആ ഹൈപ്പ്, ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു.